രോഗികളും കൂട്ടിരിപ്പുകാരും അടങ്ങുന്ന സാധാരണക്കാർ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന പുനലൂർ താലൂക്ക് ആശുപത്രിയെ കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളുടെ പാർട്ടി ഓഫീസാക്കി മാറ്റി. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ മറവിൽ ആശുപത്രി വളപ്പിലും വാർഡുകളിലും അരങ്ങേറിയത് സമാനതകളില്ലാത്ത അരാജകത്വവും അച്ചടക്കമില്ലായ്മയുമാണെന്ന വിമർശനം ശക്തമാവുകയാണ്. ഇന്നലെയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പുനലൂർ ആശുപത്രിയിലെത്തിയത്. ആശുപത്രിക്കകത്ത് മുദ്രാവാക്യം മുഴക്കിയും കൊടി പിടിച്ചുമാണ് ആരോഗ്യമന്ത്രിക്ക് പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയത്. ആശുപത്രിക്കകത്ത് രോഗികൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചും കൊടികളും ബാനറുകളും പിടിച്ചും കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ സ്വീകരണം ആരോഗ്യ മേഖലയോടും ജനങ്ങളോടുമുള്ള പരസ്യമായ വെല്ലുവിളിയായാണ് വിലയിരുത്തപ്പെടുന്നത്. മന്ത്രിക്കൊപ്പം യാതൊരു മാനദണ്ഡവുമില്ലാതെ ഡസൻ കണക്കിന് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ആശുപത്രിയിലേക്ക് ഇടിച്ചു കയറിയത് ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ പോലും ദുരിതത്തിലാക്കി. സംഭവത്തിൽ കോൺഗ്രസ് സംഘടനാ ജീർണതയും MLA-മാരുടെ ചട്ടലംഘനവും തുറന്നുകാട്ടി സോഷ്യൽ മീഡിയയിലും പ്രതിഷേധം അണപൊട്ടുകയാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ സർക്കാർ പരിപാടിയിൽ മറ്റു മണ്ഡലത്തിലെ MLA ആയ ജ്യോതികുമാർ ചാമക്കാല ക്ഷണിക്കപ്പെടാതെ എത്തിയ നടപടിക്കെതിരെ പുനലൂർ ജില്ലയിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പും വലിയ ചർച്ചയായി. മറ്റൊരു മണ്ഡലത്തിലെ ജനപ്രതിനിധി അവിടെ നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ കടന്നു കയറുന്നത് നിയമസഭാംഗങ്ങളുടെ മാർഗനിർദ്ദേശങ്ങളുടെയും ചട്ടങ്ങളുടെയും നഗ്നമായ ലംഘനമാണ്. സ്വന്തം മണ്ഡലത്തിൽ പരിപാടി ക്രമീകരിച്ചിരിക്കെ മറ്റൊരു ജനപ്രതിനിധിയുടെ മണ്ഡലത്തിൽ കയറി കുമ്മനടിക്കുന്ന ചാമക്കാലയുടെ നടപടി ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ലെന്നും കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കുട്ടനാട് MLA അമ്പലപ്പുഴയിൽ ഇടപെട്ടപ്പോൾ G. സുധാകരൻ നൽകിയ മറുപടി ഓർമ്മിപ്പിച്ചാണ് ഈ വിമർശനം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പുലർത്തുന്ന സംഘടനാ അച്ചടക്കം കണ്ടുപഠിക്കാൻ കോൺഗ്രസിനാവില്ലെന്ന കടുത്ത പരിഹാസവും ഉയർന്നു വരുന്നുണ്ട്. ഒഫീഷ്യൽ സന്ദർശനങ്ങളിൽ പാർട്ടി നിശ്ചയിക്കുന്ന കൃത്യമായ പ്രതിനിധികൾ മാത്രം പങ്കെടുക്കുമ്പോൾ കോൺഗ്രസിൽ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകുന്ന അവസ്ഥയാണെന്ന് പുനലൂരിൽ കണ്ട ദൃശ്യങ്ങൾ തെളിയിക്കുന്നു. പ്രവർത്തകരെ നിയന്ത്രിക്കേണ്ട സീനിയർ നേതാവും MLA-യുമായ ചാമക്കാല തന്നെ ഇത്തരം ചട്ടലംഘനങ്ങൾക്കും അനാദരവിനും നേതൃത്വം നൽകുന്നത് സഹതാപാർഹമാണെന്ന് കുറിപ്പിൽ പറയുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ മുഴുവൻ കോൺഗ്രസുകാരും ആശുപത്രിയിലേക്ക് ഇടിച്ചു കയറി കാണിച്ച ഈ അച്ചടക്കമില്ലായ്മയ്ക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാക്കണമെന്ന ആവശ്യമാണ് ജനങ്ങളിൽ നിന്നും ഉയരുന്നത്.